പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബോച്ചയെ പോലീസ് പിടികൂടിയപ്പോൾ അദ്ദേഹം സംഗതി ഇട്ടിട്ടില്ലായിരുന്നു എന്ന്. സംഗതി എന്ന് പറഞ്ഞാൽ അതെ, അത് തന്നെയാണ്. ഈ ചട്ടയും മുണ്ടുമൊക്കെ മാത്രമേ അണ്ണൻ ഇടാറുള്ളൂ എന്നും ബോച്ചയണ്ണൻ അടിവസ്ത്രം ഉപയോഗിക്കാറില്ലെന്നും വിത്തൗട്ടിലാണ് അണ്ണൻ്റെ വിലസൽ എന്നൊക്കെയുള്ള ഒരു പുതിയ അറിവും പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അണ്ണനെ പോലീസ് പിടികൂടിയപ്പോൾ അണ്ണൻ പറഞ്ഞ ഒരേ ഒരു കാര്യമാകട്ടെ, ദയവ് ചെയ്ത് എൻ്റെ മുണ്ട് പറിക്കരുത് എന്നാണ്. ഈ രഹസ്യം ഇപ്പോൾ പരസ്യമാക്കിയിരിക്കുന്നതാകട്ടെ ദേശീയ മാധ്യമ സിംഹവും മുൻ തെൽഹ എഡിറ്ററും രാജ്യത്തെ ഏറ്റവും വലിയ ഒളി ക്യാമറ ഓപ്പറേഷൻ നടത്തിയ ആളുമായ മാത്യു സാമുലാണ്. അദ്ദേഹം പറയുന്നത് തൻ്റെ ഫേസ്ബുക്കിലൂടെയാണ് ഈ തുറന്ന സത്യം പുറത്തുവിടുന്നത്. അതായത് ഒളിക്യാമറ ഓപ്പറേഷനിൽ മമത മുതൽ കേന്ദ്ര മന്ത്രിമാരെയും പട്ടാള മേധാവികളെയും വരെ വിറപ്പിച്ച അദ്ദേഹത്തോട് ബോച്ചെ പിടികൂടുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് എന്നാണ്. അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ബോച്ച എന്ന ഈച്ച. ഒരു മലയാളം യൂട്യൂബ് ചാനൽ പറയുന്നത് ഇയാളെ കസ്റ്റഡിയിലെടുത്ത സമയത്ത് പോലീസുകാരോട് പറഞ്ഞു എന്ന് പോലും ഇയാൾ അടിവസ്ത്രമൊന്നും ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് അയാളുടെ മുണ്ടിലൊന്നും പിടിച്ച് വലിക്കരുത്, നഗ്നനായി പോകും. ഈ ഫോട്ടോയും ഇതെല്ലാം കേട്ട് ചിരിച്ച് പണ്ടാരമടങ്ങി. NB അതിലൊരു പോലീസുകാരൻ പറഞ്ഞു, എടാ ഡാഷ് പോയി അണ്ടർവെയർ ഇട്ടുകൊണ്ട് വാടാ. ബോച്ചെ അത് ഉപയോഗിക്കാറില്ല. പിന്നെ അയാളുടെ റിസോർട്ടിൽ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ അയാളുടെ അണ്ടർവെയർ അയാൾ ഊരിക്കൊടുത്തു, തൽക്കാലത്തേക്ക് ഒപ്പിച്ചു എന്നാണ്. സംഗതി നാറ്റക്കേസാണെങ്കിലും ഒരു ദേശീയ മാധ്യമ പ്രവർത്തകൻ തന്നെ ഇപ്പോൾ ഇങ്ങനൊരു കാര്യം വെളിപ്പെടുത്തുമ്പോൾ ഈ വിഷയത്തിന് ഏറെ പ്രാധാന്യം കൂടുകയാണ്. മാത്രമല്ല, ബോച്ചയെ സംബന്ധിക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഇത് ചർച്ചയാവുകയും ചെയ്യുന്നു. നോക്കണം ബോച്ചെ അധാർമിക പ്രവൃത്തികൾ മുഴുവൻ നടത്തിയത് ഇത്തരത്തിൽ വിത്തൗട്ടായിട്ടാണ് എന്നതും ഏറെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമായി മാറുകയാണ്. അതേസമയം ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ ബോച്ചയെ വാരി അലക്കുകയാണ്. അതിൽ പ്രധാനം ബോച്ചയുടെ ഈ വസ്ത്രം തന്നെയാണ്. ജയിൽ വസ്ത്രം മുൻകൂട്ടി ധരിച്ച് ജയിലിൽ പോകുന്ന ആദ്യ വ്യക്തിയാണ് ഇദ്ദേഹമെന്നാണ് ട്രോളുകൾ പുറത്തു വരുന്നത്. മാത്രമല്ല, റിമാൻഡ് തടവുകാർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാമെങ്കിലും ബോച്ചയ്ക്കും തടവ് പുള്ളികൾക്കുമെല്ലാം ഇപ്പോൾ ഒരേ വസ്ത്രമായി തന്നെ ഇത് മാറുകയാണ്. അതേസമയം ബോബി ചെമ്മണ്ണൂരിനെതിരെ പ്രോസിക്യൂഷൻ ചുമത്തിയ കേസ് പ്രാഥമികമായി നിലനിൽക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചതും തുടർന്ന് 14 ദിവസത്തേക്ക് റിമാൻഡിലാക്കിയത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 7 നടന്ന ഉദ്ഘാടന ചടങ്ങിനിടെ ഹണി റോസിൻ്റെ കൈകളിൽ അവരുടെ സമ്മതമില്ലാതെ ബോബി ചെമ്മണ്ണൂർ പിടിച്ചതും വട്ടത്തിൽ കറക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി മാലയുടെ പിൻവശം കാണൂ എന്ന പരാമർശം നടത്തിയതും കുന്തി ദേവി എന്ന് വിശേഷിപ്പിച്ചതുമൊക്കെ ലൈംഗിക ധ്വനിയോടെയാണെന്നും അഭിനന്ദനം എന്ന മട്ടിൽ നടത്തിയത് ലൈംഗിക അധിക്ഷേപമാണ് എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദമായിരുന്നു കോടതി അംഗീകരിച്ചത്. അവിടെ വെച്ച് ഹണി റോസ് വിസമ്മതം പ്രകടിപ്പിച്ചില്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദം തെറ്റാണെന്നും പരാതിക്കാരി വ്യക്തമാക്കിയിരുന്നു. അതായത്, അതിഥിയായി വിളിക്കപ്പെട്ട താൻ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടതില്ല എന്ന് കരുതി മാത്രമാണ് താൻ അവിടെ മൗനം പാലിച്ചതെന്നായിരുന്നു ഹണി റോസ് പറഞ്ഞത്. പിന്നീട് തൻ്റെ മാതാവ് ബോബി ചെമ്മണ്ണൂരിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്ററെ വിളിച്ച് തൻ്റെ അനിഷ്ടം അറിയിച്ചെന്നും ഹണി റോസ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതിന് പിന്നാലെയും ഇയാൾ ലൈംഗിക അധിക്ഷേപം തുടർന്നിരുന്നു. പിന്നാലെയാണ് പരാതി നൽകിയത്. യൂട്യൂബ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ ബോച്ചെ വാക്കുകളുടെ ചുവട് പിടിച്ച് ഒട്ടേറെ പേർ സമാനമായിട്ടുള്ള ലൈംഗിക അധിക്ഷേപം നടത്തി. അത് സഹിക്കാൻ കഴിയാതായതോടെ ഹണി പോലീസിനെ സമീപിക്കുകയായിരുന്നു എന്നാണ് കോടതി പറഞ്ഞത്. സ്വാധീനശേഷിയുള്ള ആളാണ് പ്രതി എന്നതുകൊണ്ട് തന്നെ സാക്ഷികളെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും സാധ്യതയുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടും കോടതി പരിഗണിച്ചത്. ഇതിന് പിന്നാലെയാണ് ജാമ്യം നിഷേധിച്ചുകൊണ്ട് 14 ദിവസത്തേക്ക് കാക്കനാട്ട് ജയിൽ റിമാൻഡ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.